കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മുടെ ഹോസനമ്മയുടെ മടഞ്ചാപ്പലിൽ നിന്നാണ്. ഹോസനമ്മ ഇവിടെ അടുത്ത സൈഡിലുണ്ട്. എൻ്റെ പേട്രൺ സൈൻ്റാണ്. തിരുശേഷിപ്പ് ആ വെള്ള ഇതിൽ മാർബിൾ ഇതിൽ വെച്ചിരിക്കുന്നതുണ്ട്. മൊത്തമായിട്ടുള്ളത്, അതായത് തലവൊട്ടിയൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇത് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാം മണങ്ങാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഈശോ ഒരു സന്ദേശം തന്നത്, ഒരു പ്രൊഫസിയാണ്. കൂട്ടത്തോടെ കേരളത്തിൽ ഇടിവെട്ടി മനുഷ്യന്മാർ മരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതാനുഭവം കൊണ്ട്, ശുശ്രൂഷ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എന്നെ പോലെ വെറുതെ എന്നാളിൽ ഒരാൾ പറഞ്ഞല്ല ബ്ളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ കാര്യം. ഞാനതെല്ലാം വിശദമായിട്ട് പറയുന്നത്. തമ്പുരാൻ ഒറ്റ വാക്കേ പറയുള്ളൂ. കേൾക്കണമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നീ കേട്ടില്ല. ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാൻ പറ്റും. ഈശോയുടെ ഞാൻ കുർബാനയുടെ സമയത്ത് ഇടിവെട്ടിൻ്റെ കാര്യം വല്ലവനും ഓർക്കുക, ഒന്നും ആലോചിച്ചുകൊണ്ടല്ല, എൻ്റെ ഉണ്ടാക്കി പറയലുമല്ല. ഞാൻ ഇങ്ങനെ കർത്താവ് എനിക്കൊരു മെസ്സേജ് തന്നു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, പിന്നെ ശ്രദ്ധിച്ചിരിക്കുക. വലിയ ഇടിവെട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്കൊന്നും പറ്റിയില്ല, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല, അങ്ങനെ ദൈവം നോക്കും. ദൈവം നമുക്ക് ചില പ്രോഫസികൾ തരുമ്പോൾ നിങ്ങളത് ഒന്ന് നന്നായിട്ട് അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളത് അവരിൽ ഒരാളായി മാറാതിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. ആർക്കൊക്കെ വന്നാലും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക. മലയാളം ന്യൂസ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇളയമ്മ ആരാണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ടായി മഴയാണെന്നല്ലാതെ എനിക്കറിയില്ല. കാരണം അവിടെ ഞാൻ അമ്മായിമ്മയുടെ വീട്ടിലായിരുന്നല്ലോ. ആ സമയത്ത് ഈ രാവിലെ എഴുന്നേറ്റ് കുർബാന കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ 24 ന്യൂസ് കാണാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവിടെ ആയതുകൊണ്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായില്ല. പിന്നെ ഈ ഫോണിനകത്ത് കൂടെ ഞാൻ നോക്കുന്നുണ്ടാവില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് നോക്കിയിരിക്കാനുള്ള കണ്ണ് കാണത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓർക്കാപ്പുറത്തൊരു മെസ്സേജ് കിട്ടിയപ്പോൾ അത് തീർച്ചയായിട്ടും അക്യുറേറ്റ് ആയിരിക്കും. ഇതിനു മുൻപ് തന്നെ ഗുജറാത്തിൽ ട്രെയിൻ അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ദൈവം ഞാൻ പറഞ്ഞ കുറച്ച് പ്രോഫസികൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് മാർപ്പാപ്പ മരിക്കില്ല, ദൈവം പുറത്ത് കൂട്ടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞതാണ്. ലോകത്തിൽ ഒരാളും അത് പറഞ്ഞില്ല. ഈയിടെ അത് ഞാൻ കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇന്നലെയല്ല, അതിൻ്റെ അങ്ങപ്പുറത്തെ ചൊവ്വാഴ്ച നമ്മുടെ സെബാസ്റ്റ്യൻ പൂവത്തൻക്രാച്ചൻ്റെ നാഗമ്പടം അവിടുത്തെ ആ സെൻറ്റ് ആൻ്റണിയുടെ പ്രോഗ്രാത്തിന് ഞാൻ കയറിയിരുന്നു, കുർബാനയ്ക്കും ടോക്കിനും. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അച്ഛനിത് രണ്ട് ചൊവ്വാഴ്ച അടുത്തടുത്തുള്ള ചൊവ്വാഴ്ച അച്ഛൻ ഇത് കഴിഞ്ഞതിൻ്റെ ഇന്നലത്തേതല്ല, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം അച്ഛൻ പറഞ്ഞു, എല്ലാവരും വിചാരിച്ച് മാർപ്പാപ്പ മരിച്ചു പോകും, എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു, എല്ലാവരും അങ്ങനെ പറഞ്ഞു, ലോകം മുഴുവനും ആ ഒരു ന്യൂസ് ഇപ്പോൾ കേൾക്കും പറഞ്ഞ്. പക്ഷേ മാർപ്പാപ്പ അതിലേലും കൂടെ ഓടി നടക്കുന്നു. അച്ഛനത് വളരെ സർക്കാസ്റ്റിക് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് നന്നേ ബോധിച്ചു. കാരണം ഞാൻ അത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. വെറുതെ പറയുകയല്ല. എൻ്റെ ഗ്രൂപ്പിൽ 2 പ്രാവശ്യം ഞാൻ ഇട്ടു, നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 2 പ്രാവശ്യം ഇട്ടു, ഒരു 10 ഡേയ്സിനകം. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ, ഈ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എന്നിട്ടൊരു വീഡിയോ ഇങ്ങോട്ട് തന്നു, സിസ്റ്ററെ മാർപ്പാപ്പയുടെ കാര്യം ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് സിസ്റ്റർ ഒരു വീഡിയോ ഇങ്ങനെ പ്രൊഫസ് ചെയ്ത് ഇടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു, അത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ ഇടാവുള്ളൂ എന്ന്. പക്ഷേ എന്നോട് ആ പുള്ളി എന്നെ ആൾക്കാർ കളിയാക്കരുതെന്നും എന്നെ അല്ലെ തന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് ഉള്ളത് വെച്ചോണ്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ അവരെ കൊണ്ടാണ് എല്ലായ്പ്പോഴും നമ്മുടെ മലയാളത്തിലുള്ള വാക്കുകൾ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇട്ട് തരുന്നത്. പിന്നെ ഞാനത് ചെയ്യുന്ന ആ ചെക്കനെ അയച്ചു കൊടുക്കും. കാരണം അവനും വലിയ മലയാളം പിടുത്തമുള്ളവനല്ല. അവനേതാണ്ട് ഇംഗ്ലീഷിലൊക്കെ നോക്കിയിട്ടാണ് അവൻ പിന്നെ തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒക്കെ ഇടുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ച എന്താണേലും കുറച്ച് 2-3 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ശക്തമായിട്ടുള്ള തോന്നൽ ഹൃദയത്തിലുണ്ടായി ഇടാൻ തന്നെ. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ച് എടുത്തിട്ടു. എനിക്ക് ദൈവം പറയുന്നത് കേട്ടാൽ മതിയല്ലോ, ദൈവമാണല്ലോ തീരുമാനിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ച് എടുത്തിട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് മാർപ്പാപ്പ അതേ പുറത്ത് നിൽക്കുന്നു. ആസ്പത്രിയിൽ നിന്ന് വിട്ടു വന്നു. അത് എൻ്റെ ഹൃദയത്തിന് വലിയൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. കാരണം അല്ലെങ്കിൽ എന്നെ വലിച്ചു കയറിയേനെ ആൾക്കാർ തുണ്ടമായിട്ട് നുറുക്കി അവർ ചുട്ടേനെ. അവൾ വലിയ പ്രവാചകി നടക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പറഞ്ഞാൽ എന്നിട്ട് ഇപ്പം എന്തായത് മാർപ്പാപ്പയുടെ ശവടക്കം നടത്താൻ പോകണം. ഞാൻ അങ്ങനെയല്ല മക്കളെ. ദൈവം എന്തായാലും പറഞ്ഞാൽ അത് നടക്കുമെന്ന് തന്നെ പരിപൂർണമായിട്ട് എൻ്റെ ഇന്ന് ഇപ്പോൾ 10-27 വർഷമൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പം വെറും അകത്ത് ചിലപ്പോൾ ഒരു തോന്നലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞാനിപ്പോൾ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പം കൂട്ടത്തോടെ എന്നുള്ള വാക്കാണ് പ്രോമിനൻ്റ് ആയിട്ട് നിന്ന് കൂട്ടത്തോടെ ഇടിവെട്ടുണ്ടായി മരിക്കുന്നു. അയ്യോ ഈശോയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തന്ന സന്ദേശം ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ അതിൽ ഇൻവോൾവ് ചെയ്യാമാകുന്ന ആൾക്കാരെല്ലാം സമർപ്പിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് അവരെ കഴുകി പാപത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് കർത്താവെ അവരെ ശുദ്ധീകരിക്കണമേ. അങ്ങനെയുള്ള അവസ്ഥ നീ ഒരുക്കി കൊടുക്കണമേ. അവർക്കെല്ലാം വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ആൾക്കാരെയും അങ്ങ് സ്പർശിക്കണമേ. ആമേൻ.